ചിരിയോ അപ്പൊ ഏതെന്റെ പോയത് ഇന്നലത്തെ കുട്ടിയിട്ട പോലെ ഇന്നുണ്ട് തോന്നുന്നു. ഞാൻ ഞാൻ മേക്കപ്പ് ചെയ്തില്ലല്ലോ. അടുത്ത റോഡ് പോണത് കാണാം, സോറി കാറ് പോണത് കാണാം. ആര് പറഞ്ഞു? കാർത്തു, ഞാനാണ് നിങ്ങളുടെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കേട്ടോ പോണ് പ്രാക്ടീസിന്. പ്രാക്ടീസിന് പോവാണ്. എന്തിൻ്റെ പ്രാക്ടീസാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ പ്രാക്ടീസാണ്? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ പ്രാക്ടീസിന്. ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വലിയ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 9:30 പ്രാക്ടീസ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് 9 മണി ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മളെത്തിയിട്ട് അവിടെ തുടങ്ങുമെന്ന് വിചാരിക്കാം. ഇന്നലെ 10 മണിക്ക് പറഞ്ഞിട്ട് എത്ര മണിക്ക് തുടങ്ങി? 12 മണി. ഞാൻ എത്ര നല്ല ലേറ്റായി. ഇവരൊക്കെ ഇവിടെ എറണാകുളത്തുള്ളതുകൊണ്ട് അവരൊക്കെ നേരത്തെ എത്തി. ഞാൻ എത്തിയത് 12 മണിക്കാണ്. അപ്പം നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. ഓക്കെ, ബൈ. അപ്പം നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യണ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. 10 മണിക്ക് എത്താൻ പറഞ്ഞതാട്ടോ പ്രാക്ടീസ് തുടങ്ങുന്നത്. 10:30 ആയിട്ടുള്ളൂ ഇപ്പോൾ. പക്ഷെ ഇവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല. എന്തായാലും ഇന്നലത്തെ പോലെ ഒരു 11:30 ആവുമെന്ന് വിചാരിക്കാം അല്ലേ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യണ സംഭവം കാണിക്കാൻ പറ്റുമെന്നറിയില്ല, മാസ്റ്ററൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫോൺ എടുത്തന്നെ ചിലപ്പോൾ ചീത്ത കേൾക്കും. നോക്കട്ടെ, പറ്റണതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ നിന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റോഡ് പോണത് കാണാം, സോറി കാറ് പോണത് കാണാം. ഇവിടെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണത്. ഇവിടെ തന്നെ കോസ്റ്റ്യൂമൊക്കെ ആയിട്ടാണ് നമുക്ക്. ഇവിടെയാണ് പ്രാക്ടീസ് ഉള്ളത്. എല്ലാവരും വന്നിട്ട് എടുക്കണുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക് ടൈമാണ് ഇപ്പോൾ. ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാവും പ്രാക്ടീസ്. ഇവൻ നല്ല കുട്ടിയൊന്നുമല്ല. ഇവിടെ ഡാൻസിന് വരുന്ന എല്ലാരും ശ്രദ്ധിക്കുക. ഇവനെ സൂക്ഷിച്ചോളാം. പാവാണ്. എന്റെ പേരാണ് കേട്ടോ. ഞങ്ങള് പേരാണ് ഡാൻസില്. ഒരു ഡാൻസിന് രണ്ട് ഡാൻസ്. ഇവളെ വഞ്ചകി. ഞാൻ വേറെ പേരുണ്ടോ? പേർ എത്ര പേരുടെ പേരാണ്? ഒരു ഡാൻസിന്റെ പേര് പേരായിട്ടില്ല. എന്താ പേര്? ഞങ്ങളെ പേരാകാൻ ഇപ്പഴാ പരിചയപ്പെട്ടു. പേരാകാൻ ഞങ്ങള് സമ്മതിച്ചില്ല. യൂട്യൂബറാണോ? സൂര്യ സുനിൽകുമാർ അല്ലേ? സ്ഥിരം കാണാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ബെൽ ബട്ടൺ ടിൻഡിൻ. കാര്യം പറയണ്ട്, ഞാൻ സൂര്യയുടെ ഭയങ്കര ഫാൻ. എനിക്ക് ക്രഷാ. ഇവരെല്ലാരും ക്രഷാ. ഫോട്ടോഗ്രാഫ് ഉണ്ടോ? ഓക്കെ, നമ്മളങ്ങനെ സർബത്ത് കുടിക്കാൻ വന്നേക്കാണ്. എന്താ കുടിക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ചിന്നയോടെ ഫോൺ വിളിക്കുന്നു, ഞാനിവിടെ വ്ളോഗ് എടുക്കുന്നു, അശ്വജിത്ത് ഇവിടെ നോക്കിക്കുന്നു, ഈ ചാറ്റിനോടെ നോക്കി നമുക്ക് ഫുഡ് വരാത്തോണ്ടാണ് നമ്മൾ അവിടെ പോയിട്ട് ചിക്കൻ റോളും ലൈമും കുടിച്ചത്. ഇപ്പൊ ഇവിടെ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ നമുക്ക് പ്ലേറ്റ് ഇല്ല. എല്ലാവരും പ്ലേറ്റ് എടുത്ത് പോയി അവരുടെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം, നമുക്ക് പ്ലേറ്റ് കിട്ടിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഇവിടെ ഉള്ള പ്ലേറ്റ് ഒക്കെ താഴ്ത്തേക്ക്. പക്ഷെ ഇവിടെ നിന്ന് നല്ല രസമാണ് ഗൈസ്. ഇന്നലെ ഇവിടെ ഇരുന്നിട്ട് ഇരിക്കുമ്പോ അത് കൂടെ 2 ട്രെയിൻ പോയിണ്ടായിരുന്നു. ട്രെയിൻ പാളാണ്. ഇന്നിപ്പോ ട്രെയിനൊന്നും മുഴുവൻ കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ദസറയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണണം. അപ്പോൾ ദസറ വ്ളോഗിലാണ് ലാസ്റ്റ് ആയിട്ട് ഞാൻ ചിന്നുവിനെ കണ്ടിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എത്ര മാസമായി? ഒക്ടോബറിലായിരുന്നു അതുണ്ടായിരുന്നു. 4-5 5 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ചിന്നുവിനെ കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, വർക്കുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര റിവഞ്ച് ചെയ്യാനാണെന്ന് ഞാൻ വിളിച്ചിട്ട് വരാറില്ല. ചിന്നുവിന് അപ്പം പ്ലേറ്റ് കിട്ടി. ഇനി കിട്ടാനുള്ളത് എനിക്ക്. ആകാശത്ത് നിന്ന് നീ പ്ലേറ്റ് കഴുകുന്നു.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ കാശത്തേക്ക് പോകേണ്ടത്. അങ്ങനെ പറയല്ലേ. ഞാനും ചിന്ന ഒരു പ്ലേറ്റിലാണ് കഴിക്കുന്നത് ഗൈസ്. എനിക്ക് പ്ലേറ്റ് കിട്ടിയില്ല. ഗൈസ് ഇപ്പോഴത്തെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. കണ്ട റോട്ടില് കാറൊന്നും പോണില്ല ഗൈസ്. ഇത് നമ്മുടെ എന്താ പേര്? ഡെല്ല. ചായ കുടിക്കാല്ലേ? ചായ വന്നിട്ടില്ല ഗൈസ്. നമ്മളങ്ങനെ മെട്രോയില് പോവാണ്. പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. കോസ്റ്റ്യൂമൊക്കെ എടുത്ത് വെച്ചു. നമ്മള് 10 മണിയുണ്ട്. 9:30 കഴിഞ്ഞു ഗൈസ്. 9:30ക്ക് നമ്മൾ മെട്രോ കയറാൻ പോവാണ്. നമ്മൾ പിറ്റേ ദിവസം കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബസ് എത്ര മണിക്ക് വരും? 7:15 അവിടെ നിന്ന് ഇറങ്ങും. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒരു 7:30 ആവും വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ചിന്നോടെ റെഡി ആയിട്ടുണ്ട്. ഇനി എപ്പോഴൊന്ന് ഷൂട്ട് തുടങ്ങാന്നറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് കാണാം. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ചായ കുടിക്കണതും അവിടെ ചെന്നിട്ടാവും. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഗൈസ് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. പക്ഷെ ഇന്ന് ഡാൻസ് ഇല്ല. ഇന്ന് ഫാമിലി റൗണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റൊക്കെയാണ്. അപ്പോൾ തീലത്ത് കണ്ടോ മേക്കപ്പ് ചെയ്താൽ ഞാൻ സുന്ദരി. ഞാൻ മേക്കപ്പ് ചെയ്തില്ലല്ലോ സുന്ദരി. അതല്ല പഞ്ഞമ ലിപ്സ്റ്റിക്കായ യെസ് ഗൈസ്. എപ്പോഴും എൻ്റെ പഞ്ഞമ ലിപ്സ്റ്റിക്കാണ് കുറച്ച് വീഴുന്ന. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അമ്പലത്തിൻ്റെ ഒരു ആക്റ്റാണ്. അപ്പം അമ്പലത്തിൻ്റെ ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല. അപ്പം നമുക്ക് കോസ്റ്റ്യൂം തപ്പാൻ പോവാം. ഇവള് പിന്നെ അതന്നെ ഇടുന്നത്. അവള് ബുദ്ധിക്ക് കളിച്ചു. ചുരിദാർ ഇട്ട് വന്നു. ജംഷീട്ടിട്ട് വന്നിരുന്നു രാവിലെ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. മാറിയിട്ടുണ്ട് ഗൈസ്. നമ്മളിവിടെ പോസ്റ്റാണ്. ഉച്ചയ്ക്ക് ചോറത്തിന് ശേഷം നമ്മളിവിടെ വെറുത്തിരിക്കുകയാണ്. ഒരു ആക്റ്റില് മാങ്ങ കിട്ടി ഗൈസ്. അപ്പം ആ മാങ്ങ പിടിച്ച് തരും. നോക്കൂ കഴിക്കുന്നുണ്ടില്ലേ? നമുക്കൊന്നും തരുന്നും കൂടി ഇല്ല. ഹലോ ഗൈസ്, വിജയകരമായി അടുത്ത ഡാൻസ് കഴിഞ്ഞു. ഇനി 2 കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ എന്നെ നാടൻ കുട്ടിയിട്ട് കാണാൻ പറ്റുള്ളൂ ഗൈസ്. മറ്റേ ഹോമം കൊണ്ടെന്ന് അവസാനം മഴ ചതിച്ചു. ഒരു വശത്ത് മാത്രം മഴ പെയ്തുള്ളൂ. മഴ പെയ്യിപ്പിച്ചിട്ട് ഞങ്ങക്ക് മഴ കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് തൂക്കിലേറ്റാൻ വിരിച്ചിരിക്കും. ഞങ്ങളൊക്കെ ചോദിച്ചപ്പോ മഴ നനയുന്നു. പക്ഷെ മഴ കിട്ടിയില്ല. രാജഗുരു ആണ് നമ്മുടെ രാജഗുരു വൈശാലിനെ പറ്റിച്ചിട്ട് രാജാവിന്റെ മോളെ കെട്ടിച്ചു കൊടുത്തു. ഞാൻ ആക്ച്വലി രാജ്യത്തിന്റെ പഠനാണ്. പക്ഷെ ഒരു തുള്ളി വെള്ളം തലേ വീണില്ല. എനിക്ക് എന്ത് രാശിയുണ്ട്. പക്ഷെ ഞാനിവിടെ കുടിച്ചു. പ്രാർത്ഥിച്ചിട്ടും മഴ പെയ്തിച്ചില്ല. മഴ പെയ്തു. പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഓർണമെന്റ്സ് മേക്കപ്പ് ഒക്കെ കളയാൻ പോയി. അങ്ങനെ എല്ലാവരും മേക്കപ്പ് ഒക്കെ കളയാണ്. ഞാൻ തോഴി ഓർണമെന്റ്സ് അത് നമ്മൾ മേക്കപ്പ് കളയാൻ പോവാണ്. ഞാനുമുണ്ട്, സിനിമയുമുണ്ട്.
ഒറിജിനൽ ഓക്കെ ബൈ ഗൈസ്. ഞാൻ എൻ്റെ ഒറിജിനൽ റിവീൽ ചെയ്യില്ല. പിരികിരുന്ന് ഭയങ്കര ഇഷ്ടമായി. മായ്ക്കാനൊരു വിഷമം കഴിഞ്ഞില്ലേ ചേച്ചി? ഇന്നത്തെ പരിപാടി കഴിഞ്ഞില്ലേ? ഇതൊക്കെ കഴിഞ്ഞു ഗൈസ്. എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. മേക്കപ്പ് ഒക്കെ കളഞ്ഞു. റിയൽ ഫേസ്. അപ്പം മേക്കപ്പ് കഴിഞ്ഞു. ഇനി നമ്മൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവാണ്. ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. അപ്പം നമ്മൾ തിരിച്ച് റൂമിൽ പോവാണ്. റൂമിൽ പോവാൻ വണ്ടി വന്നിട്ടില്ല അല്ലേ? വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എപ്പോഴാണ് വണ്ടി വരിക? 5 മിനിറ്റ് വണ്ടി വരുന്നു പറഞ്ഞു. ആര് പറഞ്ഞു? കാർത്തു. ഞാനാ നിങ്ങളുടെ വണ്ടി വന്നു ഗൈസ്. ഹലോ ഗൈസ്, ഇന്ന് 2ാമത്തെ ദിവസമാണ്. ഇന്ന് ഞങ്ങൾ ലേറ്റായി, അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ നടക്കുകയാണ്, അല്ലെങ്കിൽ വണ്ടി പോവും. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം. നമ്മളിവിടെ വന്നത് ഫുഡ് കഴിക്കാൻ പോവാണ്. ഭയങ്കര ഇന്നലെ പൈസയാണ് ചിന്നൊക്കെ. അയ്യോ, ഇതാണ് ഇന്നത്തെ ഡാൻസിന് മേക്കപ്പ്. ഇന്നത്തെ ഒത്തിരി 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 സ്വപ്നങ്ങൾ ആ പാട്ടാണ് ഗൈസ്. അത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, നമ്മളിവിടെ വന്നപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. അല്ല, ഇവിടെ വന്നിട്ട് കുഞ്ഞുചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ ഞാൻ ഇവിടെ വരുന്നിട്ട് മുന്നേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളാണ് അബി. അപ്പൊ എന്നെ വന്ന് ഫസ്റ്റ് കണ്ടപ്പോ എന്നെ മനസ്സിലായി. ഇവരെന്നെ പറ്റിച്ച് കുഞ്ഞുചേട്ടൻ സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ നിന്റെ വീഡിയോ പണ്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയാ മതി. ഞാൻ കൂടുതൽ 10 സബ്സ്ക്രൈബേഴ്സ് ഞാൻ ചെയ്യും. പറ്റിച്ചതാണ്. ഞാൻ വിചാരിച്ചു എന്റെ സബ്സ്ക്രൈബർ സന്തോഷിച്ചു. ഞാൻ ഫേമസ് ആയി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എറണാകുളത്ത് വന്നപ്പോ പറയാണേ ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ ഭയങ്കര ഫേമസ് ആയി. സബ്സ്ക്രൈബ് ചെയ്തു. ഈ ഫോണോ? നെറ്റ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓൾറെഡി ഫോളോ ചെയ്യും. അല്ല ഇപ്പോഴാണ് സബ്സ്ക്രൈബ് ചെയ്തത് ഗൈസ്. അപ്പൊ പുതിയതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഗൈസ്. ഇന്നലത്തെ അത്രയും പണി നമുക്കിന്നില്ല. ഇന്നലെ ഞങ്ങൾ പെട്ടെന്ന് ഡ്രസ്സ് മാറിയിട്ട് പോയിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് കുറെ ടൈം കിട്ടി. ഇപ്പൊ പട്ടി ഗ്യാപ്പ് ഉണ്ട്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിരിക്കില്ലേ? കാരണം നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എന്താ നടക്കണമെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് എടുക്കണത്. അപ്പം എല്ലാവരും കാണണം. ഞങ്ങൾക്ക് ഡാൻസേഴ്സിന് റൂമുണ്ട് കേട്ടോ. കണ്ട, നമ്മൾ നമ്മുടെ സ്വന്തം റൂമാണ്. നമ്മളിവിടുത്തെ VIP-കളാണ്. നമ്മുടെ ഒരു ഡാൻസ് കഴിഞ്ഞ് നമ്മളിപ്പോൾ ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. ഫുഡ് കഴിച്ചു. അതിലൊന്നും മൊഴിയോ? ഫുഡ് കഴിച്ചു. ഇനി 4 പാട്ട് ഗ്യാപ്പ് നേരത്തെ പറഞ്ഞ പോലെ 4 പാട്ട് ഗ്യാപ്പ്. അത് കഴിഞ്ഞിട്ട് 3 ഡാൻസ് ഉണ്ട്. ബാക്കി അത്രേ ഉള്ളൂ. ഫുഡ് കഴിച്ചത് ഞാൻ എടുക്കാഞ്ഞത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരാളിവിടെ മരണ അഭിനയം ഇറങ്ങി കുഞ്ഞാട്ടോ ഭയങ്കര ഉറക്കട്ടാ. ഇപ്പൊ ഉറങ്ങിയിട്ടുള്ളത് എത്ര പെട്ടെന്ന്. ഞാൻ എന്താ പറയാൻ വേണ്ടി വന്നത്?
ഫുഡ് കഴിക്കണത് എടുക്കാഞ്ഞത് നമുക്ക്. ഞാൻ എപ്പോഴും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ ബോറടിക്കും. അപ്പൊ പിന്നെ ഫുഡ് കഴിക്കണത് പിന്നെ എനിക്കും ഇന്നലത്തെ ഒരു ഉഷാറില്ല വീഡിയോ എടുക്കാൻ. നമ്മള് അമ്പലത്തിലെ പരിപാടിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ ഇന്ന് ഉത്സവമായിരുന്നു, അമ്മങ്കോട എടുക്കലായിരുന്നു, കാവടി പിന്നെ വേപ്പിൽ വെച്ചുള്ള ഡാൻസ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ അല്ലേ? അതെ. എന്നിട്ട് അടുത്ത കോസ്റ്റ്യൂം അല്ലാതെ അടുത്ത കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഡാൻസും കൂടി ഉണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ മഞ്ഞസാരിയൊക്കെ എടുത്തിട്ടായിരുന്നു. സാരി എടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ? യെസ്, കുറച്ചല്ല കുറച്ചധികം. കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ കോസ്റ്റ്യൂം ഇതായിരുന്നു. ഇവരുടെ പേരാണത്. ഞങ്ങളുടെ പേരാണ്. ഓക്കെ, അപ്പൊ ഇവിടെ മഴ പെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ ചിന്നന്റെ റൂമിലേക്ക് പോവും. ഇനി നാളെ ഉണ്ട് ഷൂട്ട്. പക്ഷെ നാളെ ഇതുപോലെ തന്നെ മൂന്ന് ഡാൻസ്. ഗൈസ്, ഇന്ന് ഡേ 3. ഇന്ന് നമ്മൾ ഇന്നലത്തെ പോലെ ലേറ്റ് ആയിട്ടാണ് റൂമിൽ നിന്ന് ഇറങ്ങിയേക്കണത്. അപ്പൊ നമുക്ക് അയ്യോ നമ്മുടെ ബാക്കിൽ പട്ടി വരുന്നുണ്ട് ഗൈസ്. കുഞ്ഞി പട്ടിക്കുട്ടികളുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ പറഞ്ഞു തന്നത് ഇന്നലെ വണ്ടി എടുത്ത് കൊല്ലാൻ നോക്കി. 5 മിനിറ്റ് ഒക്കെ പറ്റി. ഇന്നലെ നമ്മൾ നടന്ന് ഒരു വണ്ടിയുടെ മുന്നിൽ ചാടിയിലാണ്. അപ്പൊ നമ്മള് ഇപ്പോഴും നടന്നു പോകുമ്പോ നല്ല രസമുണ്ട്. ഹെയർ കാണാം ലൈറ്റ് തട്ടുമ്പോ. നൈസ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പകുതിക്ക് വെച്ചിട്ട് നിക്കാണ് പറയണത്. അപ്പൊ ഇന്നലെ വണ്ടി അടിക്കാൻ പോയ ആളെ നമ്മൾ ഇന്നും കണ്ടേക്കണം. പക്ഷെ നമ്മൾ ഇന്ന് കുറച്ച് മുന്നേ കണ്ടു. അപ്പൊ നമ്മൾ ഇന്ന് നല്ല ലേറ്റാണ് അല്ലേ? അപ്പൊ നമുക്ക് നടന്നു പോവാം. എന്താ പറയുക, ഹെയർ ഭംഗി. അവിടുന്ന് സൂര്യൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, സൂര്യൻ്റെ ലൈറ്റ് അടിക്കണോണ്ട് നൈസ്. എനിക്കും കളർ ചെയ്യണം. എന്താ ഈ മുടി ഒന്ന് റെഡിയാക്കട്ടെ. നോക്കാൻ പറ്റാത്തവരാരും കളർ ചെയ്യരുത്, പിന്നെ എന്റെ പോലെ ഇരിക്കും. ഇതൊന്നുമില്ല ഇപ്പൊ. അപ്പൊ എപ്പിസോഡ് ഇറങ്ങുമ്പോ എല്ലാവരും കാണണം. ഞങ്ങൾ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ബാഗിൽ കൂടെ പോകണ്ടാവും. കണ്ടു എന്ന് പറയാ. ചിന്നു മുന്നേ വന്നിട്ടുള്ളതുകൊണ്ട് ചിന്നൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയണം. ഞാൻ കാണാറുണ്ട് തന്നെ. അല്ല, ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു. അപ്പൊ നമുക്ക് നോക്കാൻ കാണില്ലെന്ന്. എന്തായാലും ടോപ്പ് സിംഗർ കാണാ. നന്നായി പാടുന്ന കുട്ടികളൊക്കെ കാണും. ഒരു റെഡ് പട്ടുപാവാട എല്ലാറ്റിനും തന്നെ ഇട്ടേക്കണം. റെഡ് പട്ടുപാവാട എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതെനിക്ക് കറക്റ്റ് ഫിറ്റ് പോലെയും അങ്ങനെ തോന്നിയിരുന്നു. അപ്പൊ ശരി, നമ്മൾ ഇനി മെയിൻ റോട്ടിലേക്ക് കിടക്കണം. ഇനി ഫോം പിടിച്ചിട്ട് പോവാ നമ്മൾ വല്ല വണ്ടിയുടെ പടാവും. അപ്പൊ ശരി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കിടന്നുറങ്ങി നമ്മൾ ഡാൻസിന്റെ റൂമിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മളാണ് ഫസ്റ്റ് ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ കുട്ടിയിട്ട പോലെ ഇന്നുണ്ട് തോന്നുന്നു. എൻ്റെ സ്കിൻ ടോൺ അല്ല, എന്നാലും കുഴപ്പമില്ല. കോസ്റ്റ്യൂം ഇട്ടാൽ റെഡി ആവുമെന്ന് വിചാരിക്കണം. പ്രാക്ടീസ് ചെയ്യാം. ഗൈസ്, നമ്മൾ കേക്ക് മുറിച്ചത് എവിടെ? രമണ നീ ഉണ്ടോ? അത് ഇപ്പോഴത്തെ പാട്ട് ചിരിയോ അല്ല ചിരിയോ ഇപ്പോഴത്തെ പാട്ട് ചിരിയോ ആയിരുന്നു. അപ്പൊ അതിൽ കേക്ക് മുറിക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് കേക്ക് കിട്ടി. അത് നമ്മളൊരു മെലഡി സോങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു മമ്മൂട്ടിയുടെ പഴയ പാട്ടാണ്. അവിടെ പോയ ഭയങ്കര സൗണ്ടാണ്. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. നമുക്ക് ഇഷ്ടമാണ്.
നല്ല ഭംഗിയില്ലേ ഗൈസ്? പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് ഇനി ഷൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് അതൊന്നും ഞാൻ കാണിച്ചു തരില്ല, കാരണം നമ്മുടെ ഫോൺ അലൗഡല്ല ഇപ്പോൾ. ഓക്കെ, ബൈ. ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. പെട്രോൾ അറിയാണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? മറ്റേ ടിക്കറ്റ് ഒക്കെ ഇല്ലേ, വേറെ ചേട്ടന്മാര് നടന്നുകൊണ്ടല്ലോ, പറയാ പോയത് പോയി ഇത് സ്കാൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ വന്ന് നിന്നപ്പോ അപ്പുറത്തുണ്ട് ഇപ്പുറത്തുണ്ട്. അപ്പൊ ഇവിടേക്ക് നമ്മുടെ പ്രാക്ടീസിന്റെ സ്ഥലത്തിന്റെ അവിടേക്ക് കളമശ്ശേരി എന്തിട്ടാ ഞാൻ നിന്നത് റെഡിയാണോ അപ്പുറത്താണോ നിൽക്കേണ്ടത് എനിക്കറിയില്ലല്ലോ. ഞാൻ അവിടെ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചി മനസ്സിലായിട്ടുണ്ടാവും ഞാനവിടെ പുതിയതാണ്. സൂര്യ ഇവിടെ റീൽസ് എടുക്കാനുള്ള പ്രാക്ടീസ് സെക്ഷനിലാണ്. സൂര്യയുടെ ഒപ്പം ചിന്നു. നമ്മളിപ്പോ നമ്മുടെ സ്റ്റേജില് ജിംഖാന ടീം വരുന്നുണ്ട്. അപ്പോൾ എന്താ മൂവി പ്രൊമോഷനൊന്നും എല്ലാവരും അല്ലേ? അപ്പം മൂവി ഇറങ്ങി പിന്നെ സക്സസ് സെലിബ്രേഷൻ എന്തെങ്കിലുമൊക്കെ ആവും, അറിഞ്ഞൂടാ. അപ്പൊ നെസ്ലിനെ കാണുന്ന വിചാരിക്കണം. ഞങ്ങളുടെ മേക്കപ്പ് ചേട്ടനാണ്. ചേട്ടൻ ഹായ് പറയോ? ഓക്കെ ചേട്ടൻ പോയി. അപ്പോൾ അവർക്ക് എൻട്രി ചെയ്യാനാണ് ഞങ്ങൾ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിരിക്കുന്നത്. അവരെ കാണിക്കാൻ പറ്റുക വെച്ചാൽ കാണിക്കാം, നമുക്കറിയില്ല. അവിടേക്ക് ഫോൺ അലൗഡ് അല്ല ശരിക്കും. നോക്കട്ടെ ഗൈസ്, നമ്മൾ മൂഞ്ചി. നെസ്ലി വന്നില്ല, പക്ഷെ ജിംഖാനത്തെ വേറെ 3 പെമ്പിളാണ് വന്നത്. അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു എൻട്രി വേണ്ടത്. അപ്പൊ നമ്മൾ ഈ കോസ്റ്റ്യൂം ഇട്ടത് വരുത്തി. അതാണ് ഹൈലൈറ്റ്. എൻട്രി ഇല്ല. ഇനി അടുത്ത കോസ്റ്റ്യൂം മാറാൻ പോട്ടെ. ഗൈസ്, അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു 5 ദിവസം സൂപ്പറായിരുന്നു. കുറേ ന്യൂ ഫ്രണ്ട്സിനൊക്കെ കിട്ടി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.